ഹലോ ഗായ്സ്, അപ്പോൾ ഒത്തിരി നാൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒരു കട്ടനൊക്കെ കുടിച്ചിട്ട് ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ പോകുന്നത് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എറണാകുളത്ത് പോവുകയാണ്. അപ്പോൾ വാപ്പച്ചിയാണ് എന്നെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ആക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രാവിലെ ഉറക്കമൊക്കെ എണീറ്റ് കഴിഞ്ഞിട്ട് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. പണി പാളുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി. ഇപ്പോൾ ഒരു ഒന്നര ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. നേരത്തെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്നു. കാരണം 3 മണിക്കാണ് ട്രെയിൻ. അപ്പോൾ നമ്മളെ ചതിക്കുമെന്നൊന്നും അറിയത്തില്ല. പക്ഷേ നല്ല ദൂരമുണ്ട് കേട്ടോ. കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലാണ് വന്ന് കയറിയത്. അവിടുന്ന് വീട്ടിൽ നിന്നൊരു 1 മണിക്കൂർ, അവിടെ എത്തിയപ്പോൾ ഒരു 2:15 ആയി. പിന്നെ ഫ്രണ്ട്സിനൊക്കെ കാത്തിങ്ങനെ നിന്നു. കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. രാത്രിയേ വന്ന് അവിടെ നിൽക്കുന്നവരുണ്ടായിരുന്നു. പിന്നെ ട്രെയിൻ വന്നിട്ട് കയറിയിട്ട് പിന്നെ അപ്പോഴേ ഒരു വിശപ്പിൻ്റെ വിളി വന്നു കേട്ടോ. പിന്നെ പൊതിയൊക്കെ അഴിച്ചു തുടങ്ങി. അപ്പം ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ ഫുഡായിട്ടൊക്കെ കഴിച്ചു. ഞാൻ ബിരിയാണി തലേന്നത്തെ ഈദ് സ്പെഷ്യൽ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ബിരിയാണിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, അത് ഞാൻ പറയാം. അങ്ങനെ ഞങ്ങൾ കൊല്ലത്തെത്തി കേട്ടോ. കൊല്ലത്തുനിന്ന് കുറേ പേര് കയറുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കൊട്ടാരക്കരയിൽ നിന്ന് കുറച്ച് പേരും കൊല്ലത്തുനിന്ന് ബാക്കി ഉള്ള ആൾക്കാരും കൂടാണ് കയറുന്നത്. അങ്ങനെ അവരും ഞങ്ങളും കൂടെ വേറൊരു ട്രെയിനിൽ കയറി. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോയതാണ് കേട്ടോ. അപ്പോഴേ പിന്നെ റീല് കണ്ടും പാട്ട് കേട്ടൊക്കെ സമയം പോക്കി അങ്ങനെ രാവിലെയായി. നമ്മൾ ഫുഡ് കഴിച്ചു. ഇപ്പോഴും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. രാവിലെ ഞങ്ങൾ കറക്റ്റ് ടൈമിനാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്നും ടൈമൊന്നും കിട്ടിയില്ല. വീഡിയോ ഒന്നും എടുക്കാനൊന്നും ടൈം കിട്ടിയില്ല. പെട്ടെന്ന് കഴിച്ചിട്ടങ്ങ് കയറി. അതാണ് ഞാൻ പറഞ്ഞത്. ബിരിയാണി ആ സമയത്താണ് കേട്ടോ കഴിച്ചത്. രാവിലെ ബിരിയാണി കഴിക്കുകയാണോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈദിൻ്റെ ചിലവ് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമുക്കത് കഴിക്കാൻ തലേന്നത്തെ സാധനമല്ലേ, അപ്പം നമ്മൾ കുറേ ടൈം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. എല്ലാവരും ആസ്വദിച്ച് കഴിച്ചിട്ട് നമ്മൾ അവിടുന്ന് പിന്നെ ബസ് കയറിയിട്ട് മെട്രോയിൽ വന്നിട്ട് അവിടുന്ന് ട്രെയിൻ കയറിയിട്ടാണ് നമ്മൾ പിന്നെ പോയത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ മെട്രോയിലൊക്കെ കയറുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളുടെ വൈബിനൊക്കെ കുറേ ആൾക്കാരായിട്ട് ഇങ്ങനെ പോകുമ്പോൾ നല്ല വൈബാണ്. അതിപ്പോൾ അടുത്ത സ്ഥലമാണെങ്കിൽ തന്നെ നല്ല രസമാണ്. പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറി. പിന്നെ അവിടുന്ന് ഒരു ബസ് പിടിച്ച് നമ്മൾ പോയത് മറൈൻ ഡ്രൈവിലോട്ടാണ് കേട്ടോ. ഉച്ച സമയത്താണ് നമ്മൾ പോയത്. കാരണം നമുക്കത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കൂടെ വന്ന്, അതായത് ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ആയാലും കസിൻസ്, അങ്ങനെ നമ്മളുടെ കൂടെ കുറച്ച് പേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊന്നും ക്ലാസ്സിൻ്റെ അകത്ത് കയറാൻ പറ്റത്തില്ല. നമ്മൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ലേ കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവരത്രയും ടൈം അവിടെ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി വെയിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ അവരെയും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാണ്. പോയിട്ട് പിന്നെ മറൈൻ ഡ്രൈവും കാണാമല്ലോ അങ്ങനെ അവിടെ പോയിട്ട് പിന്നെ തിരിച്ച് നമ്മൾ ലുലു മോളിൽ വന്നു കേട്ടോ. ലുലു മോളിൽ വന്നിട്ട് അപ്പോഴേക്കും നല്ല വിശപ്പൊക്കെ ആയി. പിന്നെ പിസ്സ ഹട്ടിൽ കയറിയിട്ട് പിസ്സ കഴിച്ചു. പിന്നെ അവിടെ നിന്ന് ഉള്ളതൊന്നും എനിക്ക് ഓർമ്മയില്ല. കാരണം അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഓട്ടമായിരുന്നു. കാരണം ട്രെയിൻ കറക്റ്റ് സമയത്ത് ഒരു 10-15 മിനിറ്റിൻ്റെ ഡിഫറൻസിൽ നമുക്ക് എത്തണം. അപ്പോൾ ആ കുറഞ്ഞ ടൈമിനുള്ളിൽ നമ്മൾ കയറിയിട്ട് നമുക്ക് വരണമായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം നല്ല ഓട്ടമായിരുന്നു. പിന്നെ ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. കാരണം നല്ല ഡിലേ ആയിട്ടാണ് ട്രെയിൻ വന്നത്. അപ്പോൾ അതുകൊണ്ടൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എനിക്ക്. പിന്നെ ഞാൻ നേരെ ഒരു ബസ്സിൽ കയറി. പിന്നെ എന്നെ ചേട്ടൻ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നു. പിന്നെ ഫ്രണ്ട്സായിട്ടൊക്കെ പോയി നല്ല അടിച്ചു പൊളിച്ചൊരു ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വ്ളോഗ്. ഇതൊരു മെമ്മറി ആയിട്ട് ഇവിടെ കിടക്കട്ടെ. അപ്പോൾ ഇനി ഇതേപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.